ഉമയും മകനും ഇന്ന് ബർത്ത്ഡേ ഫംഗ്ഷന് വരും. ഉമ പറഞ്ഞത് അവൾ വരുന്നതൊരു പെണ്ണ് കാണലാണെന്ന്. പത്മ, താൻ എന്തൊക്കെ ഈ കാണിക്കുന്നത്? ഒരു വിവാഹകാരിയാവുമ്പോ അതിലേറ്റവും പ്രധാനം വേദയോട് ആ കാര്യം ചോദിക്കുക എന്നുള്ളതല്ലേ? അല്ലാതെ ഒരു തീരുമാനം എടുത്ത് എന്താ സംഭവിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഉദാഹരണമുണ്ട്. സൂര്യയുടെ വിവാഹം അത് താൻ ഇതുപോലെ കാണിച്ചു കൂട്ടിയൊരു വാശിയല്ലേ? എന്നിട്ട് എന്താ സംഭവിച്ചത്? സൂര്യ നിങ്ങൾ വളർത്തിയ മകനല്ലേ? വേദ ഞാൻ വളർത്തിയ മകളാ. അവള് ഞാൻ പറയുന്നത് കേൾക്കും. ഇന്ദ്രജയും നീ വളർത്തിയ മകളാ. അതിനുള്ള ശിക്ഷ കൂടിപ്പോയെന്ന് കരഞ്ഞ് നിലവിളിച്ചതും പത്മ തന്നെ. അത് മറക്കാതിരുന്നാ മതി. സാറേ, ഒരുപാട് ആൾക്കാർ കാണുമോ സാറേ? അതിന്റെ കണക്കൊന്നും എനിക്കറിയില്ല. അതൊക്കെ പത്മാമേടത്തിനെ അറിയൂ. അതെ, ആന്റി ഒരുപാട് ആൾക്കാരെ വിളിക്കുന്നു കേട്ടു. എല്ലാരും വരുമോന്നറിയില്ല. ആ, അമ്മയുടെ പൊങ്ങച്ച കമ്പനികൾ എന്തായാലും എത്തും. ഒരു പ്രകടനവും എന്തായാലും ഉണ്ടാവും. എന്തായിരുന്നാലും സാർ വെള്ളമൊഴിക്കാതെ നിൽക്കുന്നല്ലോ, അത് എന്നെ വലിയ കാര്യം. ഇതിപ്പോഴെങ്ങാനും കഴിയോ? അച്ഛാ, ഞങ്ങളിത് തുടങ്ങിയിട്ടേ ഉള്ളൂ. നീ ഒട്ടും മദ്യപിക്കാതെ ഇങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് കാണാൻ ഒരു സുഖമൊക്കെ ഉണ്ട് കേട്ടോ. അതെ, നന്ദിനി ഭീഷണിപ്പെടുത്തിയിട്ടാ. സാറ് മദ്യപിച്ച നന്ദിനി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു പറഞ്ഞു. ആഹാ, അത് ശരി. അയാള് പറഞ്ഞ ചെയ്യൂ അച്ഛാ. ഫംഗ്ഷൻ നടക്കുമ്പോ അയാൾ ഇവിടെ ഇല്ലെങ്കിൽ ശരിയാവില്ല. അത് ശരിയാ. കേറ്ററിംഗായിരുന്നു നേരത്തെ എത്തിയോ? എന്തൊരു മണം! ശരിയാണല്ലോ, നല്ലൊരു മണം വരുന്നുണ്ടല്ലോ. എന്റെ പൊന്ന് സാറേ, അത് പുറത്തുനിന്നുള്ളതല്ല. ഇന്നത്തെ ബർത്ത്ഡേക്ക് എന്തോ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് നന്ദിനി അടുക്കളയിൽ കയറിയിട്ടുണ്ട്. എന്നാ പിന്നെ ആദ്യം ഒന്ന് ചെക്ക് ചെയ്യണമല്ലോ. അതെ, കമോൺ. ശരി. അയ്യോ അമ്മ, വാ വാ. ഏയ് നന്ദിനി, ഇതെന്താ ഈ സംഭവം? നല്ല മണം വരുന്നുണ്ടല്ലോ. ഇത്രയും വലിയ ബർത്ത്ഡേ പാർട്ടി ഒക്കെ നടക്കുമ്പോ എന്റെ കയ്യിൽ വലിയ പ്രസന്റ് ഒന്നും ഇല്ലല്ലോ സർ. അപ്പൊ ഞാൻ കരുതി അറിയാവുന്ന എന്തെങ്കിലും ഒരു വിഭവം ഉണ്ടാക്കാന്ന്. എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ വിളമ്പാന്ന്. അല്ല മോളെ, ഇതെന്താ സംഭവം? കേസരിയാണോ അതോ അലുവയാണോ? ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ പറയുന്ന പേര് തേൻനിലാവെന്നാ. അതെന്താ? തേൻനിലാവോ? ആ, അങ്ങനെയാ പറയുന്നേ. ആഹാ, ഇത് മുത്തശ്ശിമാർക്ക് മാത്രം അറിയാവുന്ന ഒരു കൂട്ടാ. ഓ, തന്നെ മുത്തശ്ശിയാണ് പഠിപ്പിച്ചത്? ഏയ്, നമ്മുടെ മുത്തശ്ശിക്ക് ഇത് അറിഞ്ഞൂടാ. അവിടെ മേനോത്ത് എന്നൊരു കുടുംബമുണ്ട്. അവിടുത്തെ മുത്തശ്ശിയെ ചാക്കിട്ട് ഞാൻ പഠിച്ചതാ. അതെല്ലാം ഓക്കെ. ഇതിപ്പോ കഴിക്കാൻ പാകമായോ? വായില് വെള്ളം ഊറിയിട്ട് വയ്യ. തരാം തരാം. രാജേട്ടാ, ഓ, കുറച്ച് വാഴയില എടുത്തോണ്ട് വാ. വാഴയില എന്തിനാ? പാത്രം എടുത്താ പോരെ? ഇത് വാഴയിലല്ല വിളമ്പേണ്ടത്. ആണോ? സത്യം പറഞ്ഞ വീട്ടിലൊരു ഫംഗ്ഷൻ നടന്ന നമ്മൾ വെക്കുന്നത് തന്നെ വിളമ്പുന്നതാ അതിന്റെ ഒരു ശരി. അതൊന്നും വേണ്ട സർ. ഇവിടെ വരുന്നവരൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ. അവർക്ക് ഈ നാടൻ പലഹാരം ഇഷ്ടപ്പെടുകയില്ല. അവരിത് കേട്ടിട്ടുണ്ടാവില്ല. അങ്ങനെയൊന്നുമില്ല.
തുടങ്ങാം. ഇഷ്ടായില്ലേ? ഇതാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതെടുത്ത് മറ്റുള്ളവർക്ക് വിളമ്പിയാലോ? മോളെ, ഇത് വരുന്നവർക്കും വിളമ്പണ്ട, മാറ്റിവെച്ചേക്ക്. നമുക്ക് തന്നെ ഇതൊക്കെ അങ്ങ് കഴിക്കാം. ശരിയാങ്കിൽ ഇത് ഒരൊറ്റ ഒരെണ്ണത്തിന് കൊടുക്കരുത്, നമുക്ക് കഴിക്കാം. അതെ അതെ. വന്നവരെ കാറ്ററിംഗുകാരുടെ ഭക്ഷണം കഴിക്കട്ടെ, നമുക്കിത് മതി. എടോ നന്ദിനി, തന്റെ കൈപ്പുണ്യം ഒരു രക്ഷയില്ല. എന്താ ടേസ്റ്റ് അല്ല അച്ഛാ? അതെ അതെ. സത്യം പറഞ്ഞാ ഇതിന് വായിക്കൊള്ളാത്ത ഒരു പേര് വിട്ട് 5 സ്റ്റാർ ഹോട്ടലിൽ എങ്ങാനും കൊണ്ടുവച്ചു കഴിഞ്ഞാലേ അവിടുത്തെ ഏറ്റവും വില പിടിച്ച വിഭവം ഇതായിരിക്കും അല്ലേ അച്ഛാ? സംശയമുണ്ടോ? എന്റെ മോളെ, ഇതൊരു സംഭവം. ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ വെറുതെയാ. ഇത് വരുന്നവർക്കൊക്കെ നമുക്ക് വിളമ്പണം. വേദയുടെ ബർത്ത്ഡേ ഇതിന്റെ പേരിലായിരിക്കണം അവർ ഓർക്കേണ്ടത്. എല്ലാരും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും നന്ദിനിയുടെ മുഖത്ത് എന്താ ഒരു സന്തോഷമില്ലാത്ത? എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി എല്ലാരും കൂടി ചുമ്മാ പറയാണോ? അല്ലടോ, ഗംഭീരമായിട്ടുണ്ട്. അതെ മോളെ, ഒരു കുടുംബത്തിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് ഒരു അടുക്കളയെന്നാ തുടക്കം. അങ്ങനെയാണെങ്കിൽ നീ നിൽക്കുന്ന അടുക്കളയുള്ള ഈ വീട് തന്നെയാണ് ഏറ്റവും ഐശ്വര്യമുള്ള വീട്. അതെ അതെ, അച്ഛൻ അതാ പറയാനുള്ളത്. അപ്പൊ ഓക്കെ നന്ദിനി, ഞങ്ങളെല്ലാം ഹാപ്പിയായി. ഇനി നമുക്ക് നേരെ വേദയുടെ പാർട്ടിക്ക് പോവാം. ഹലോ. ഹേ ബർത്ത്ഡേ ഗേൾ. തരുൺ? അല്ല, ബർത്ത്ഡേ പാർട്ടി ആരംഭിച്ചോ? ഇല്ല, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അതെ, ഞാൻ പാർട്ടിക്ക് വരണ്ടേ? ആഹാ, തരുൺ വരുന്നുണ്ടോ? ആ, വരണം. എങ്കി വാ, ഞാൻ എല്ലാരെയും ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം. എടോ, ഞാൻ വരുന്നത് അവരെ ആരെയും കാണാൻ വേണ്ടിട്ടല്ല, തന്നെ കാണാനാ. എനിക്കൊന്ന് കാണണം, ഒരു പ്രസന്റ് തരണം. ആ, അതിന് എല്ലാരും ഉള്ളിടത്ത് വന്നാൽ എന്താ കുഴപ്പം? ഏയ്, ഇതൊരു സർപ്രൈസ് ഗിഫ്റ്റാ. അത് മറ്റാരും കാണണ്ട, താ മാത്രം കണ്ടാ മതി. എന്താ ഉദ്ദേശിക്കുന്നേ? ഞാൻ അവിടെ വരുന്നു, തന്നൊന്ന് കാണുന്നു, തന്നെ മാത്രം കാണുന്നു. അതൊന്നും ശരിയാവില്ല, ഇവിടെ നല്ല തിരക്കാ. എന്ത് തിരക്കുണ്ടായാലും കുഴപ്പമില്ല, ജസ്റ്റ് 1 മിനിറ്റ്. എൻ്റെ ഒരു ആഗ്രഹമാണ്. തരുൺ, ഞാൻ പറയുന്നൊന്ന് കേക്ക്.